നമസ്കാരം. രാജ്യാന്തര രാഷ്ട്രീയത്തിന്റെ കടുത്ത നിമിഷങ്ങളിൽ പോലും ചില ഫോൺ വിളികൾ ചരിത്രത്തിന്റെ ദിശ തന്നെ മാറ്റാറുണ്ട്. അതുപോലൊരു നിമിഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന 40 മിനിറ്റ് നീണ്ട സംഭാഷണം. വി ഓൾ ലവ് യു. ട്രംപിന്റെ ഈ വാക്കുകൾ ഒരു ഔപചാരിക പ്രശംസയല്ല, ലോകവേദിയിൽ മോദിയുടെ ഉയർന്നു വരുന്ന നേതൃപ്രഭാവത്തിന്റെ തുറന്ന അംഗീകാരമാണ്. 40 ദിവസം നീണ്ടുനിന്ന ഇറാൻ യുദ്ധം, പാക് മധ്യസ്ഥതയിൽ നടന്ന മധ്യസ്ഥ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെ മോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പശ്ചിമേഷ്യൻ വിഷയത്തിൽ 40 മിനിറ്റോളം ഫോൺ സംഭാഷണം നടത്തി. ഇരുവരും തമ്മിൽ നടക്കുന്ന ഈ വർഷത്തെ 3ാമത്തെ ഫോൺ കോൾ സംഭാഷണമാണ് ഇത്. അതേസമയം യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യ ഫോൺ സംഭാഷണം. സംഭാഷണത്തിനിടയിൽ ഞങ്ങൾ എല്ലാവരെയും നിങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതായി ട്രംപ് മോദിയോട് പറഞ്ഞതായി NDTV റിപ്പോർട്ട് ചെയ്തു. എന്റെ സുഹൃത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് എക്സിൽ എഴുതിയത്. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ കുറിച്ചും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കത്തെക്കുറിച്ചും സംസാരിച്ചതായും ചർച്ചയിൽ ഇന്ത്യ നിലപാട് വിശദീകരിച്ചതായും മോദി എഴുതി. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം സുഗമമാക്കേണ്ടതിനെ കുറിച്ച് ട്രംപിനോട് വിശദീകരിച്ചെന്നും മോദി കൂട്ടിച്ചേർത്തു. മേഖലയിൽ സംഘർഷം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തെന്നും സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി മോദിയും ട്രംപും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണത്തിനിടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ ഗണ്യമായ പുരോഗതിയെക്കുറിച്ച് അവലോകനം ചെയ്തതായും ഊർജ്ജ മേഖലയിൽ ഉൾപ്പെടെ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിൽ നടക്കുന്ന വലിയ കരാറുകളിൽ ഒപ്പുവെക്കുമെന്നും US പ്രതിനിധി സെർജിയോ ഗോർ PTIയോട് പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി 2-ന് ട്രംപിന്റെ ട്രേഡ് ഡീലിനെ കുറിച്ചും മാർച്ച് 27-ന് പശ്ചിമേഷ്യൻ വിഷയങ്ങളെ കുറിച്ചുമാണ് ഇതിനു മുൻപ് മോദിയും ട്രംപും തമ്മിൽ സംസാരിച്ചത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നടത്തിയ 3 ദിവസത്തെ വാഷിംഗ്ടൺ സന്ദർശനത്തിന് ശേഷമാണ് ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണം നടന്നത്. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായുള്ള സംഭാഷണത്തിനായി അടുത്ത മാസം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തും. 2 ദിവസത്തിനുള്ളിൽ പശ്ചിമേഷ്യൻ പ്രശ്നം തീരുമെന്നും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ തുടരുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. യുദ്ധഭീഷണികളും ആഗോള സംഘർഷങ്ങളും നിറഞ്ഞ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ശാന്തവും സമതുലിതവുമായുള്ള നയതന്ത്ര സമീപനമാണ് ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. അതിന്റെ കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളുന്നത് നരേന്ദ്രമോദിയാണ്. ശക്തമായ തീരുമാനങ്ങൾ, കൃത്യമായ നയതന്ത്ര നീക്കങ്ങൾ, രാജ്യഹിതം മുൻനിർത്തിയുള്ള ഉറച്ച നിലപാട്, ഇവയൊക്കെ ചേർന്നാണ് മോദിയെ ഇന്ന് ലോകത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളാക്കി ഉയർത്തുന്നത്. ട്രംപിന്റെ വാക്കുകളിൽ പ്രകടമായ സ്നേഹവും ആദരവും വെറും വ്യക്തിപരമായ സൗഹൃദമല്ല, മറിച്ച് ഇന്ത്യയുടെ ഉയർന്നു വരുന്ന ശക്തിക്കും മോദിയുടെ ദൂരദർശിത്വത്തിനുമുള്ള അന്താരാഷ്ട്ര അംഗീകാരമാണ്. ലോകം സംഘർഷത്തിലേക്ക് നീങ്ങുമ്പോൾ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി ഇന്ത്യ കൈക്കൊള്ളുന്ന ഓരോ നീക്കവും ശ്രദ്ധേയമാവുകയാണ്. ഇന്നത്തെ ആഗോള രാഷ്ട്രീയത്തിൽ പലരും വഴിമാറുമ്പോൾ മോദി ഉറച്ചു നിൽക്കുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ലോക ശക്തികൾ പോലും അദ്ദേഹത്തെ അംഗീകരിക്കുന്നു, അദ്ദേഹത്തെ കേൾക്കുന്നു, ചിലപ്പോൾ ട്രംപിനെ പോലെ തുറന്നു പറഞ്ഞ് അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്യുന്നു.